ഹലോ ഹലോ ഇക്രു, എവിടെയാ ഇക്രു? ഇക്രുവിനോട് ഞാൻ പറഞ്ഞതല്ലേ കറക്റ്റ് 9 മണിക്ക് ഇവിടെ എത്തണമെന്ന്. ഇപ്പൊ സമയം എത്രയായി? വ്ലോഗ് തുടങ്ങണ്ടേന്ന്. അത് മാത്രല്ല, ഞാൻ പറഞ്ഞതല്ലേ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ അനിയത്തിയും ചെറുക്കനും കൂടെ വരുമെന്ന്. അപ്പൊ അതും കൂടെ നമുക്ക് ആ വ്ലോഗിൽ കയറ്റണം. പെട്ടെന്ന് വരാൻ നോക്ക്. ആ ശരി ശരി, ഓടിവാ ഓടിവാ. അയ്യോ എന്റെ അമ്മ, ഇതൊക്കെ ആരാ ഇരിക്കുന്നത്? മനസ്സിലായില്ലേ എന്നെ? ചെറുപ്പം എന്നെ മനസ്സിലായില്ലേ? കണ്ട ഫോണൊന്നും എടുത്തേ, ഫോണൊന്നും എടുക്ക്. നമസ്കാരം സാർ. എടുക്ക്. ബീനാസ് വ്ലോഗ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഭയങ്കര ഫേമസ് ആ ബീനാസ് വ്ലോഗ് എന്ന് അടിച്ചു കൊടുത്തേ. ബീനാസ് വ്ലോഗ് എന്ന് അടിക്ക്. അടിച്ചിട്ട് ആ സൈഡിൽ സബ്സ്ക്രൈബ് ഉണ്ട്, അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ട്. എല്ലാരും ചെയ്തില്ലേ? നിങ്ങൾ ചെയ്തപ്പോ 10 പേരായി. നേരത്തെ 6 പേരുണ്ടായിരുന്നു, ഇപ്പൊ 10 പേര് തികഞ്ഞ്. എന്റെ ഞങ്ങൾ ഇന്നിവിടെ ഒരു വ്ലോഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കില്ല. എന്തിനാ നേരത്തെ വിടുന്നത്? അതിന്റെ ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. ഞാൻ പറഞ്ഞല്ലേ കറക്റ്റ് 9 മണിക്ക് ഇവിടെ എത്തണമെന്ന്. എവിടെ പോയി കിടക്കുവായിരുന്നു? ആക്ഷൻ പറ. ക്യാമറ ഓൺ ചെയ്. ഹായ് ഗൈസ്, എല്ലാവർക്കും ബീനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ലോഗാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും എപ്പോഴും എന്നോട് ചോദിക്കും, വ്ലോഗ് ഇടുമ്പോൾ എപ്പോഴും എന്നോട് ചോദിക്കും, ഷൂട്ട് ചെയ്യുന്ന കണ്ടില്ലേ? അതാണ് പറയേണ്ടത്. അത് പറഞ്ഞോളാം. എല്ലാവരും എപ്പോഴും എന്നോട് ചോദിക്കും, ചേച്ചിയുടെ ഒരു ദിവസം എങ്ങനെയാണ്, ഒരു ദിവസം എങ്ങനെയാണെന്ന്. അപ്പൊ എന്റെ ഒരു ദിവസം എങ്ങനെയാന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിച്ചു തരാൻ പോകുന്നത്. നീ ഒരു ദിവസം മൊത്തം കാണിച്ചു കൊടുക്കുക? അങ്ങനെയല്ല, നമ്മുടെ ജീവിതം എങ്ങനെയാന്നുള്ളത് കാണിച്ചു കൊടുക്കുക. എന്താ പറയണ? എന്താണ്? എന്തെങ്കിലും പറ. Day in my life ആണ് ഞാനിപ്പോ. ഒരു ദിവസം എന്റെ ഒരു ദിവസം എങ്ങനെയാന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്റെ വീട് എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ദേ നോക്കൂ, സൈഡ് മാത്രം കാണിച്ചാൽ മതി. സൈഡ് മാത്രം മതി. വീട് 2500 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ചെറിയൊരു വീടാണ്. ഈ വീടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു കിച്ചൺ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്, അത് പിന്നെ കാണിക്കാം. വർക്ക് ഏരിയ ഉണ്ട്, പിന്നെ 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂം മാത്രമാണ് ഈ വീടിനുള്ളത്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 4 ലക്ഷം കൊണ്ട് വെച്ച വീടാണ് 4 ബെഡ്റൂം. ഈ പൊട്ടം വീടാ. കട്ട് ചെയ്ത് ഞാൻ എന്തെങ്കിലും ഒക്കെ പറയും, മിണ്ടാതെ ഇവിടെ ഒരു മൂലക്ക് നിന്നാ മതി. കമന്റ് ബോക്സിൽ മൊത്തം എന്റെ വിളിക്കുന്ന ആൾക്കാർ. പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ വേറെ ഏതെങ്കിലും നമ്മളുടെ ബന്ധുക്കാരോ ഫ്രണ്ട്സുകളോ വരുവാണെങ്കിൽ ഒരു കോമൺ ബാത്റൂം നമ്മൾ പുറത്ത് സെറ്റ് ചെയ്ത്. അത് കാണിക്കല്ലേ അത് മറ്റേ രക്തദാന ക്യാമ്പിന്റെ ഫ്ലെക്സ് ഇല്ല, അതാകുമ്പോ അതിൽ വെച്ചേക്കണം. ഇനി ണ്ടോ? പിന്നെ നമ്മൾ പുറത്ത് ഒരു ചെറിയൊരു ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് വെച്ച പിടിച്ചിരിക്കണ ഗാർഡൻ നമ്മൾ പറയണത്. അപ്പുറത്തെ വീട്ടിലെ ഗാർഡൻ ഇല്ലേ? എന്നെ തണ്ടൊക്കെ വിളിക്കുന്നു. ഗാർഡൻ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ നമ്മൾ പുറകു വശത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പ്ലാനിങ് പൂൾ ഉണ്ട്. പിന്നെ നമ്മൾ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നുണ്ട് ഇവിടെ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് അവള് പറ്റിട്ടില്ല. എന്താണ് അവള് പെറ്റ്സിന് നമ്മൾ വളർത്തുന്നുണ്ടല്ലോ, അകത്ത് നമ്മള് പെറ്റ്സിനെ വളർത്തുന്നുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, ഞാനൊരു വ്ളോഗ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ ബീനയുടെ ഹസ്ബൻഡിനെ കാണിക്കാത്തത്. ഇന്ന് ഞാൻ ആ സർപ്രൈസ് നിങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ ഫേസ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്ന് കാണിക്കുന്നുണ്ട്. നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെ അങ്ങോട്ട് കാണിക്കാം. ചേട്ടാ എന്താണ് മുഖം കാണിക്കാൻ? അയ്യോ, അത് ഇത് അല്ല. നമസ്കാരം. എന്ത് പറയാനാ? പേരൊക്കെ പറയും. ഞാൻ മോഹനൻ. ആൾക്ക് ചെറിയൊരു നാണമൊക്കെ ഉണ്ട്. അയ്യോ അങ്ങനെയല്ല, ഈ കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല വലിയ ആർട്ടിസ്റ്റാ. വരയ്ക്കും. സ്വന്തം ഒപ്പിട്ട തെറ്റിപ്പോണ ആളാണ് പടം വരക്കാൻ പോണെന്ന്. എന്താണ് ചേട്ടാ മര്യാദക്ക്. പിന്നെ പാട്ട് പാടും, നന്നായി ഡാൻസ് കളിക്കും. ഇങ്ങോട്ട് തിരിക്കും, നല്ല ഉഗ്രനായിട്ട് ഡാൻസ് കളിക്കും. ഏത് അമ്പലപ്പറമ്പിൽ ഗാനം വളർന്നാലും അവിടെ പോയി ഡാൻസ് കളിക്കും. അത്യാവശ്യം ഇടിയും കൊള്ളാറുണ്ട്. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഒരു സകലകല വല്ലഭനാണ് ഈ നിൽക്കുന്ന മോഹനേട്ടൻ. അത് കമലഹാസനല്ലേ? കട്ട് ചെയ്യ്. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞതാണ് ഞാൻ ഇന്നിവിടെ വ്ളോഗ് എടുക്കും. പിന്നെ നിങ്ങൾ ഇങ്ങനെ കളവിലാന്ന് വർത്താനം പറയേണ്ട കാര്യമില്ല. എനിക്കിത് അറിയാമോ ഈ സാധനത്തിന്റെ പരിപാടി? ഈ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല വയറിലാകും. വഴക്കിടുന്നത് ഇത് ഷൂട്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞ മാറി ഇങ്ങോട്ട്. ഇവിടെ വാ.
പിന്നെ എല്ലാവരും എപ്പോഴും ചോദിക്കും ഇത്ര മനോഹരമായിട്ട് വീഡിയോ എടുക്കുന്ന ആരാണെന്ന്. അതാണ് ഞങ്ങളുടെ സ്വന്തം ഇക്രു. എന്റെ പേര് സുമേഷ് തമ്പി എന്നാ. ഇക്രു എന്റെ പന്തളം മൂത്തമ്മയിട്ട പേരാണ്. ഹലോ, ഞാൻ സുമേഷ് തമ്പിയാണ്. ഡേയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ ഇന്ന് അഴിച്ചു കൊടുക്കും. അതൊന്നും പറയണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇങ്ങോട്ട് തിരിക്കും. അപ്പൊ ഇനി ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെ വേറൊരു പ്രത്യേകത, എന്റെ അനിയത്തിയും ഹസ്ബൻഡും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. കല്യാണം കഴിച്ച് ആദ്യമായിട്ട് വരുവാണ്. അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് അവരെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് പോയാലോ? കൊണ്ടുപോലെ നിറച്ചില്ലാണ് അതിന്റെ അകത്ത്. ചേട്ടൻ ഭയങ്കര തമാശക്കാരനാ. കട്ടേ നിങ്ങളെ ഞാൻ ഇന്ന് ശരിയാക്കി തരണോ? കുഴപ്പമില്ല കൊണ്ടോ. ആ, നേരെ അടുക്കളേട്ടാ പോണം. ആ കഞ്ഞിക്കലം കണ്ട പട്ടി വെള്ളം കുടിക്കല്ലോ. ചേട്ടാ വാ ചേട്ടാ, ഇങ്ങോട്ട് വരാൻ. അല്ല, വേറെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാലേ, എന്താണ്? അത് പിന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ ചേച്ചിയുടെ വീട്ടിൽ വരികയല്ലേ, അവര് ചിലപ്പോ എന്നെ കണ്ട അവർക്ക് വല്ലാത്ത തോന്നും. അതാണ് ഞാൻ അല്ല, അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ചേച്ചി വിളിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്, പിന്നെ എന്തിനാ പേടിക്കുന്നേ? അല്ല, ചേച്ചി വല്ലതും പറയും. എനിക്ക് നീ ഒരു കാര്യം ചെയ്യും. അവര് ആരാണ് ചോദിക്കണം, നീ പറയും നിന്നെ കൊണ്ടുവന്ന ആട്ടോക്കാരനാണെന്ന് പറഞ്ഞു. അത് ഹസ്ബൻഡാണെന്ന് പറയണ്ട. എന്തൊക്കെയാ പറയുന്നത്? ചേട്ടാ ഞാനേ ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. ചേച്ചി നശിപ്പിച്ച് പറഞ്ഞത് ഓടല്ലേ? ആ ചേച്ചി തല്ലി കൊല്ലാൻ അയ്യോ ഓടല്ലേ പേടിച്ചോ? എങ്ങോട്ട് വാ. അതെ, ഞങ്ങളെ നിങ്ങളുടെ എൻട്രി ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് പോയിട്ട് വാ. നമ്മുടെ കല്യാണത്തിന് വീഡിയോ എടുത്തിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് എടുക്കാനായിരിക്കും. ഒളിച്ചോട്ടത്തിനൊക്കെ ആരാണ് വീഡിയോ എടുക്കുന്നത്? അവര് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കാസറ്റ് തരൂലേ, അപ്പൊ അതിന് പൈസ കൊടുക്കണ്ടേ? എന്റെ ഒന്നുമില്ല. ഒന്ന് അഭിനയിച്ചാ മതി ചേട്ടാ. പൈസ ഒന്നും വേണ്ട, നടന്നു വന്നാൽ മതി. ശരി, പെട്ടെന്ന് തന്നെ ആക്ഷൻ പറഞ്ഞോട്ടോ. ആക്ഷൻ. അവർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് എടുക്കണം. അവരെ ക്ലോസ് ആയിരിക്കണം എടുക്കേണ്ടത്. പോയില്ലേ നിങ്ങള്? ഒന്നും കൂടെ. ആദ്യം ശരിയായില്ല. അതെ, വരുമ്പോഴേ ഒന്ന് സ്ലോ മോഷനിൽ ഇത് ശരിയാക്കണേ കേട്ടോ. ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ശരി, ഓക്കെ. ആക്ഷൻ. ഇങ്ങോട്ട് വരുമ്പോ വരേണ്ടത് കറക്റ്റ് ആയിട്ട് എടുക്കണം. എപ്പോഴത്തെ പോലെയല്ല. വന്നില്ലേ നിങ്ങള്? തോൽവിയാട്ടോ ഇത്. അങ്ങനെയൊന്നും അല്ല, ഇത് ഞങ്ങൾ എടുത്തില്ലല്ലോ. അയ്യോ നമ്മള് ഷൂട്ട് ചെയ്തില്ല. ഒന്നും കൂടെ, ഒറ്റ പ്രാവശ്യം തിരിഞ്ഞു നോക്കിയായിരുന്നു. ലാസ്റ്റ് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് പറയാം. ഓക്കെ ശരി. കഴിഞ്ഞ ദിവസം ഇക്കു എടുത്തപ്പോഴത്തേക്ക് മൊത്തം തെറ്റിച്ചാണ് എടുത്തത്. ഇത് അങ്ങനെ തെറ്റിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ ഷോട്ട് പോലും കിട്ടിയില്ലെന്ന് മര്യാദ. പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നടന്നു വന്നേനെ. നേരത്തെ എടുത്തതിൽ ചെറുതായിട്ടെങ്കിലും കിട്ടിയായിരുന്നു. അന്ന് അത് മതി. ഒന്ന് പരിചയപ്പെടുത്തണം. ഹായ് ഗൈസ്, ഇതാണ് എന്റെ അനിയത്തി. ഇവള് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂരിൽ പോയിരുന്നു. ഇത് അനിയത്തിയുടെ ഹസ് ബാങ്കിൽ വർക്ക് ചെയ്യും. അയ്യോ, ഞാൻ ബാങ്കിൽ ആ പ്രാവശ്യം ലോൺ എടുക്കാനേ പോയിട്ടുള്ളൂ. അല്ല, ഞാൻ പോയിട്ടില്ല ബാങ്കിൽ. സത്യം. പിന്നെ ബാങ്കുകാരന്റെ വീട്ടിലോട്ടാണ് വന്നത്. എല്ലാരും ഭയങ്കര കോമഡിയാ എല്ലാരും. അപ്പൊ എന്തായാലും ഇനി കട്ട് ചെയ്തോ, നമുക്ക് ചേട്ടനെ വിളിക്കാം. വിളിക്കണ്ട. അല്ല, പുള്ളി എന്നെ കണ്ടിട്ടില്ലല്ലോ. വല്ല എന്തെങ്കിലും പ്രശ്നം? നീ എന്നെ കൊല്ലാനാ? ചേട്ടനെ കാണണ്ടേ? വിളിക്കാം. ചേട്ടാ അവരും കെട്ടി വാ. അയ്യോ, എന്തെന്റെ വിശേഷം? നല്ല വിശേഷം. എന്താണ് താറ്റണ്ടാണോ പോയി? നാണം കൊണ്ടാണ് ഏട്ടാ. നാണം കൊണ്ടാ? ഒരു സുപ്രഭാതി സംഭവിച്ചു. 30 രൂപ സത്യമായിട്ട്. ഹലോ ഇതാരാണത്? എന്റെ ദൈവമേ, എത്ര നാളുകൊണ്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കണത്. സത്യം ചേട്ടൻ ഒരു ഒരൊറ്റ എടി, ഇത് നിന്റെ ബന്ധുവായിരുന്നാ? എനിക്കറിഞ്ഞൂടായിരുന്നു. ഇനി ഞാൻ ഷൈൻ ചെയ്യും. ഞാൻ പണി സൈറ്റിലൊക്കെ പോയി ഷൈൻ ചെയ്യും. എന്റെ ബന്ധുവാണോ ഞാൻ പറയും എല്ലാവരും. ഒരൊറ്റ കാര്യം ചെയ്യുക, പാൻ ഉണ്ടെങ്കിൽ നെഞ്ചിലൊരു ഒപ്പിട്ടുക. ഒരു കടി തന്നാ മതിയോ? ഇല്ല, വേണ്ട, ഒരു ഒപ്പ് വേണം. എനിക്ക് എല്ലാവരും കൊണ്ട് കാണിക്കാനാണ്. അനിയന്മാരായ ഇങ്ങനെ വേണം. സത്യം, ഞാൻ എന്റെ ദൈവമേ, എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ കൂട്ടുകാർ എന്ത് പറയും, ഇതുപോലെ ഇത്രയും നിന്റെ ഇത്രയും വലിയൊരു ചേട്ടനുണ്ടായിട്ടാണ് നിന്റെ എന്റെ പീസ് വിട്ടത് പണ്ട്. എനിക്കൊന്നും പിടിയിട്ടുള്ളതാ. ഇതാരാണ്? വൈഫ്? അല്ലല്ല, മറ്റേ വൈഫാ. മറ്റേ വൈഫാ?
എന്തൊക്കെയായിട്ടാ പറയുന്നത്? ഇവനെന്താ പറയണത്? ഏത് വൈഫ്? മറ്റേ വൈഫ്. ഏത് ഇതാണ് എന്റെ ഏത് വൈഫ്? അല്ല കല്യാണം കഴിച്ച ഞാൻ കണ്ടല്ല. കല്യാണം കഴിച്ചത് എന്നെ മാത്രമേ ഉള്ളൂ, ഞാൻ ഡീല. ഇതാണോ വൈഫ്? ഒന്ന് ചരിഞ്ഞ. അല്ല ഇതല്ലല്ല, മറ്റേ നമ്മള് ടിവിയിലൊക്കെ കണ്ട വൈഫ്. അതെവിടെ? ഏത് ടിവിയില്? എവിടെ വെച്ച് കണ്ടേ? ഇയാളുടെ കൂടെ ആരെയാ കണ്ടത്? ഞാൻ കണ്ടെന്ന്. ചേട്ടൻ വല്ലതും വിളിച്ചോണ്ട് പോയാ? അതും പറ്റില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞത് എന്റെ അടുത്ത് മക്കിട്ട് അല്ല നിങ്ങൾ അവിടെ നിൽക്കി. ഇയാൾ ആരുടെ കൂടെ കണ്ടത്? ഞാൻ കണ്ട വൈഫിനോട്. എന്നല്ലല്ലോ കണ്ടത്, അല്ല, മറ്റേ വേറെ ഒരുത്തിനല്ലേ കണ്ടത്? സത്യം പറഞ്ഞു, ഞാനല്ലാതെ നിങ്ങൾക്ക് എത്ര ഭാര്യമാരുണ്ട്? ഞാനല്ലെന്ന്. പിന്നെ മാത്രമേ ഭാര്യയുള്ളൂ. പാപ്പ എവിടെ? പാപ്പേ ഞാൻ അച്ചാറിട്ട് വെച്ചേക്കിയ പാപ്പേനാ. എനിക്ക് അച്ഛനാ ഉള്ളത്. നിങ്ങളുടെ മതം മാറിയാ? എന്താ നമുക്ക് കാര്യം പറയട്ടെ? സത്യത്തിനോട് തീരുമാനം ഉണ്ടാക്കുന്നത് ഞാൻ ഇനി വീട്ടിൽ നിൽക്കത്തില്ല. സത്യം പറഞ്ഞു, ആരാ പെണ്ണ്? ചേട്ടന്റെ വൈഫ്. ഓ എന്റെ ഏതാണ് യഥാർത്ഥ വൈഫ്? യഥാർത്ഥ വൈഫാണ് ഇത്. അല്ല അപ്പൊ മറ്റേതാ? ഏത്? നസ്രിയ. നസ്രിയ പുഷ്പയിലെ ഫഹദ് ഫാസിലല്ലേ ഇത്? ആണെന്ന് സത്യം. അതെ, ഈ ചന്ദനത്തടി ഒറിജിനൽ. ഞാൻ ഇവളുടെ ഭർത്താവാണ് മോഹനൻ. ആര്? ഇവനെന്തായാലും വല്ല കുഴപ്പമുണ്ടോ ഇവന്? ഇല്ല, വന്നവര് കുഴപ്പമൊന്നും ഉണ്ടായില്ല, സ്നേഹക്കൂടുതലുണ്ടാ. അപ്പൊ ഫഹദ് ഫാസിലല്ലേ? അച്ഛൻ ആണോ? അതുപോലെ നിങ്ങനെ തിരിഞ്ഞാണ് അങ്ങോട്ട് ബോംബെ വാലോ ബാൻഡ് നീ എന്താ കാണിക്കണം? എന്തൊരു കുഴപ്പമുണ്ടോ ഇവന്? ഇല്ലായിട്ട് ഒരു കുഴപ്പമില്ല. ഒരു നിമിഷം ഞാൻ പേടിച്ചു. ഞാൻ എന്റെ ചേട്ടനെ വെറുതെ സംശയിച്ചു. ഇതിപ്പോ ഞാൻ ഒരാവശ്യമില്ലാത്ത കേസ് പ്രതിയാണ്. എന്തായാലും വന്ന സ്ഥിതി ചായ കുടിക്കുക, അതാണ് നല്ല. ഒരു വീട്ടിൽ വന്ന് ഞാൻ ചായ കുടിക്കണം. ഇരിക്കും, ചായ കുടിച്ചിട്ട്. അല്ല, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ വന്നേക്കാം. ആണോ? ഞങ്ങളാണെങ്കിൽ ചായ കുടിച്ചിട്ട് ബാക്കി കാര്യം സംസാരിക്കും. അതന്നെ തന്നെ രീതി. അപ്പൊ അകത്തേക്ക് പോകും. എടുത്തിട്ടോ ഓ നിന്റെ എടാ, ഞാൻ പറഞ്ഞ എന്റെ പേര് മോഹനൻ എന്നാ. നല്ല കറക്റ്റ് ഫഹദ് ഫാസിൽ. സത്യം ഞാൻ ഞെട്ടിപ്പോയെന്ന്. ഞാൻ ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചല്ലേ. നിങ്ങൾ എന്റെ പണി സൈറ്റിലെ കൊണ്ട് എന്റെ ബന്ധുവാണെന്ന് പറഞ്ഞു. എന്താണ് കാര്യം? ഒന്നുമില്ല. പിന്നെ ഞാൻ ഭഗത് ഫാസിലാന്ന് പറയാൻ വേണ്ടി നിങ്ങൾ വന്നാ വീട്ടിൽ? അല്ല, ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നോളൂ. ആണാ? നിന്നെ കണ്ട എന്റെ കഞ്ചാവ് ലുക്കാണല്ലോടാ. ആര്? നിന്നെ കണ്ടു കഴിഞ്ഞാ? ഞാനാ? അയ്യോ ഞാനൊന്നും ചെയ്യൂല. ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സിനിമ ലൊക്കേഷനിലൊക്കെ ഭയങ്കര കഞ്ചാവ് വേട്ട ലഹരിയൊക്കെ തന്നെ ഭയങ്കര പ്രശ്നമാണ്. കഞ്ചാവ് സിനിമ എല്ലായിടത്തും കഞ്ചാവ്. ഇപ്പൊ പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റൂലെന്നേ. പിള്ളേരെ സ്കൂളിൽ വിട്ട സ്റ്റാമ്പിന്റെ കേസ് എന്നൊക്കെയാണ് പറയണ. സ്റ്റാമ്പൊക്കെ ഭയങ്കര വിഷയമാണെന്നാണ് പറയണത്. സ്റ്റാമ്പ് പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റൂല. സ്റ്റാമ്പിന്റെ വിഷയമുണ്ട്. അവന്റെ എന്നെ പോലെ സ്കൂളിൽ വിട്ടില്ല അമ്മ, പേടിച്ച്. ഏത് വർഷം? പണ്ടാ. സ്റ്റാമ്പൊക്കെ ഇപ്പോഴിറങ്ങിയത്. പക്ഷെ അതൊന്നും ലഹരിയില്ല. സ്റ്റാമ്പൊന്നും ലഹരിയുള്ള കേസൊന്നുമല്ല. അതൊക്കെ ഭയങ്കര ലഹരിയുള്ള സാധനം. ആര് പറഞ്ഞു? ഇതൊക്കെ വാർത്തയിൽ പറഞ്ഞു. ചുമ്മാ ഞാൻ ടെസ്റ്റ് ചെയ്തില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. സ്റ്റാമ്പ് നീ ടെസ്റ്റ് ചെയ്താ? ആന്ന്. എങ്ങനെ? എന്ന്? ഞാൻ കുറച്ച് നാളായി, ഒരു 3 മാസം മുമ്പ്. നിനക്ക് ഇതെവിടെ കിട്ടിയത്? പോസ്റ്റ് ഓഫീസിൽ നിന്ന്. പോസ്റ്റ് ഓഫീസിൽ നിന്നാ? ഞാൻ അവിടെ ചെന്നിട്ട് ഗാന്ധിജിയുടെ പടമുള്ള അവിടെ തന്നെ പശയുണ്ട്. ഞാൻ ഒട്ടിച്ച് ഒരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്ക് 1 രൂപയായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം എന്ന് വെച്ചിട്ട് 6 രൂപ അറബിയുടെ പടമുള്ള സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. അത് ശകലം പശ വെച്ചൊട്ടിച്ച് ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് എന്ത് പിങ്കന്റെ പടമുള്ള 9 സ്ലിപ്പ് നാക്കിൽ നീളത്തിനൊട്ടിച്ച് വെക്കും. എന്നിട്ട് ഒരു കുഴപ്പമില്ല. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുള്ള കൂട്ടത്തിലാണോ നീ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്ക്? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നും. ആ സ്റ്റാമ്പല്ലേ ഈ സ്റ്റാമ്പ്? ഈ സ്റ്റാമ്പ് വേറെ സ്റ്റാമ്പാ? ആണോ? താടിയൊക്കെ വളർത്തി ഭയങ്കര ഭീകരനായിട്ടോ കാണുന്നത്. താടി വേറൊന്നുമല്ല, എനിക്ക് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ താടി വളർന്നു. എന്തോ കുഴപ്പമുണ്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ താടി വളർന്നു. നിനക്കാ? അച്ഛന് താടിയില്ലായിരുന്നു, ചേട്ടനെ പോലെ ആയിരുന്നു, മെഴുക്കനായിരുന്നു. ഒരു ശകലം പോലെ രോമമില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വയനാട്ടിലുണ്ട്. അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. അപ്പം പുള്ളിക്കാരൻ ഒരു ദിവസം എന്ന് പറഞ്ഞ് അച്ഛൻ കരടിനെ ചോദിച്ചു, ഇങ്ങനെ ഇത്തിരി താടി വളരെ അച്ഛൻ ചോദിച്ചു. അങ്ങനെ അച്ഛൻ എൻ്റെ ചെറുതിലെ പുള്ളി വലിയൊരു ടിന്നിൽ കരടിനെ കൊണ്ടുകൊടുത്തു. അച്ഛൻ ഇടയ്ക്ക് കയ്യിൽ തേക്കും. ഇതേക്കും ഞാൻ ചെറുതല്ലേ, ഞാൻ അതുവഴി ഓടുമ്പോൾ അച്ഛൻ ചക്കര പന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ തേപ്പ്. സത്യം. പിന്നെ വീണ്ടും കഴിഞ്ഞോട്ട് ഓടുമ്പോൾ ചക്കര പന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ തേക്കും. 3ാം ക്ലാസ് ആയപ്പോൾ ഫുൾ താടി ഇവിടം വരെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കട്ട് ചെയ്ത് ചെയ്യല്ലേ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. പിന്നല്ലാതെ ചേട്ടൻ വീട്ടിലോട്ട് വരണം, അമ്മയൊക്കെ കാണണം. നമുക്ക് അഗസ്ത്യാമിനിയെ പോലെയല്ല എൻ്റെ അമ്മ ഇരിക്കണത്. അത് എപ്പോഴും അച്ഛൻ അമ്മ ഇങ്ങനെ തടവും. അമ്മ സ്നേഹം കൊണ്ട് തടവില്ല. അമ്മക്ക് ചില ദിവസം അമ്മ നടക്കുമ്പോൾ തള്ള പറഞ്ഞിട്ട് താടി കുരുങ്ങും അമ്മയുടെ. അച്ഛന്റെ കാര്യമല്ലേ കോമഡി. അച്ഛന് തേച്ച് ഫുള്ള് ബോഡിയിൽ വാരി തേച്ച്. അങ്ങനെ PTA മീറ്റിങ്ങിന് വന്നപ്പോൾ ആൾക്കാരെല്ലാം കൂടെ ഇറങ്ങി ഓടി. എന്ത് കരടി ഇറങ്ങിയെന്നും പറഞ്ഞു. അങ്ങനെ പ്രിൻസിപ്പാൾ വിളിച്ച് വനം വകുപ്പിൽ പറഞ്ഞു. അങ്ങനെ അച്ഛനെ പിടിച്ചോണ്ട് പോയി. കാട്ടിലേക്ക് കൊണ്ട് അവിടെ കൊണ്ടിട്ടേക്കത്. ഇടയ്ക്കിടയ്ക്ക് ഞാനും അമ്മയും പോകും. എല്ലാ ഞായറാഴ്ചയും പോകും. അച്ഛനെ കാണാൻ വേണ്ടി പോകും. പഴവും കപ്പലിന്റെ ഒക്കെ കൊണ്ട് കൊടുക്കും അച്ഛന്. അച്ഛനെ തിരിച്ചുകൊണ്ടുവരാനുള്ള പറ്റി നോക്കണല്ലോ. അച്ഛനെ തിരിച്ചുകൊണ്ട് വരണുണ്ട്. അല്ലെങ്കിൽ അച്ഛനെ തിരിച്ചുകൊണ്ടുവന്നില്ലെങ്കിൽ അമ്മ കത്തുവും. അമ്മ അഡ്വാൻസ് വാങ്ങിച്ചേക്കല്ലേ. എവിടുന്ന്? ജംബോ സർക്കസിൽ നിന്ന് അച്ഛനെ കൊടുക്കാന്നും പറഞ്ഞു.
അല്ലെങ്കിൽ വിഷയമാകുന്നു. ആണോ? ആ. അതെ, ചായ കുടിക്കാം. കുടിക്ക്. ആ ചായ കുടിക്ക്. ചായ കുടിക്ക്. ഇതെന്ത്? ഗൈസ്, നമ്മൾ ഇവർക്ക് ഇപ്പൊ ചായ കൊടുക്കാൻ പോവാണ്. അപ്പൊ ചായ കൊടുക്കുന്ന നമുക്ക് വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇതെന്താന്ന്? ബിസ്ക്കറ്റേ ഉള്ള ഇവിടത്തെ ബിസ്ക്കറ്റാണത്. ആണോ? നിങ്ങൾക്ക് വേണ്ടിട്ട് വാങ്ങിച്ചു വെച്ച ബിസ്ക്കറ്റാ. അല്ല, നമ്മളൊരു കവറിൽ ഒരു സാധനം കൊണ്ടുവന്നില്ലേ? അതിനകത്ത് ഉണ്ണിയപ്പരിപ്പുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്നത്. ചേച്ചി, എന്തോ? ഉണ്ണിയപ്പെടുക്കുമ്പോ പപ്സും കൂടെ എടുത്തോണ്ട്. അതിനകത്ത് പപ്സ് ഉണ്ടായിരുന്നു. അത് ഇവർക്ക് തന്നെ വാങ്ങിച്ചല്ലേ? 4 വാങ്ങിച്ചല്ല, 2 അവർക്ക് 2 നമുക്ക്. സാധാരണ നമ്മള് ഏത് വീട്ടിൽ പോയാലും ഇതുപോലെ കൊണ്ട് കൊടുക്കുമ്പോഴേ അവർ ഈ ചായയോടെ കൊണ്ടുവരും. ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറയാൻ പോയതായിരുന്നു. അതല്ലേ? ആഹാ. 2 ഉണ്ണിയപ്പം ഒറ്റടിക്കാ. അതാണ് സാധാരണ 7 ഒരുമിച്ചിട്ടുള്ളത്. തിരുപ്പതി ലഡുവില്ലേ, ആ. ഒറ്റടിക്ക് 3 തന്നെ ഞാൻ. അല്ല, ബിസ്ക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു. ഉണ്ണിയപ്പം തിന്നാൻ ശേഷം ബിസ്ക്കറ്റ് തിന്നു, അപ്പം കുഴപ്പമില്ല. അപ്പൊ ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ല താല്പര്യമുള്ള ഡയറ്റിംഗ് ഉണ്ട്. ഡയറ്റിംഗ് ഉണ്ടോ? ഡയറ്റിംഗ് ഉണ്ട്. അതെന്തായാലും ഡയറ്റ് എടുക്കണേ. എടുക്കണോ? ഡയറ്റ് നമ്മളിത് മാത്രമല്ല, ഡയറ്റിങ്ങിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല ഡയറ്റിംഗ് ഉണ്ട്. അതായത് നമുക്ക് ഡയറ്റിംഗ് തുടങ്ങാൻ പറ്റിയ വെള്ളം തരും തൊണ്ടയിലും. അയ്യോ, അത് തരാലോ. തമാശക്ക് നിന്നാ മതിയായിരുന്നു. അതെ, ഇനി പറഞ്ഞു. ഡയറ്റിങ്ങിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് അത് മെയിൻ ആയിട്ട് വേണ്ട. അത് മെയിൻ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണം നമ്മൾ. അപ്പൊ രാവിലെ എന്നിട്ട് എന്ത് കഴിക്കും? ഊണ് കഴിക്കും. അല്ല, രാവിലെ ഊണ് നല്ലതാണ്. കാര്യം തലേ ദിവസത്തെ മീൻകറി ഉണ്ടെങ്കിൽ രാവിലെ ഊണ് കഴിക്കാൻ നല്ല രസമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്തിട്ട് ഊണ് കഴിക്കും അല്ലേ? ഊണ് കഴിക്കും. ചിലപ്പോ അങ്ങനത്തെ ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും. ശരിക്കും പ്രേക്ഷകർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും, ഈ ഡയറ്റ് പ്ലാൻ. ഇങ്ങോട്ട്. അപ്പൊ ഉച്ചക്ക് ഊണ് കഴിക്കും, കൂടെ കാപ്പിയും കഴിക്കും. ഏത് കാപ്പി? നമ്മൾ രാവിലെ സ്കിപ്പ് ചെയ്ത കാപ്പി ഇല്ലേ, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആവില്ല. അപ്പൊ അത് ഉച്ചക്ക് ഊണും ആ കാപ്പിയും കൂടെ ആയിട്ട് ഉച്ചക്ക് നമ്മൾ കഴിക്കും. അതെ. പക്ഷെ വൈകുന്നേരം ഒറ്റ നേരം, അതായത് 6 മണിയാകുമ്പോൾ നമ്മൾ ഒരു നേരം ഗോതമ്പാക്കണം. നല്ലതാണ്. രാവിലെ ഊണ്, ഉച്ചയ്ക്ക് ഊണും കാപ്പിയും, അപ്പൊ പിന്നെ വൈകിട്ട് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ 2 ചപ്പാത്തിയെ കഴിക്കാം. വൈകിട്ട് 2 ചപ്പാത്തി. കാര്യം 2 ചപ്പാത്തിയെ നമ്മൾ കഴിക്കാം. കാര്യം 7:30 നമുക്ക് വീണ്ടും ഉണ്ണാനുള്ളതല്ലേ. കാര്യം അപ്പൊ 2 കൂടുതൽ ചപ്പാത്തി വൈകുന്നേരം രാത്രി 7:30 ഉണ്ണാൻ പറ്റില്ല. രാത്രി 7:30 വീണ്ടും പിന്നെ ചപ്പാത്തി വെച്ചിട്ട് വീണ്ടും ഉണ്ട്. ഞാൻ ഉണ്ട് കഴിച്ചാൽ ഞാൻ അപ്പം ഉറങ്ങും. ആണോ? എന്താ? അല്ലെങ്കിൽ ഞാൻ എണീറ്റാ വീണ്ടും ചോറ് ചോദിക്കും. എന്താ ഇവന്റെ പ്രശ്നം? എന്താ ശരിക്കുള്ള? വേറെ പ്രശ്നമൊന്നുമില്ല. ഭക്ഷണം കൊടുത്ത് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ. വേറെ ശല്യമൊന്നുമില്ല. ആണല്ലേ? അതെ. അയ്യോ, പിന്നെ വേറെ പിന്നെ വെളുപ്പിന് 3 മണിക്ക് ഞാൻ എഴുന്നേക്കും. അതെന്തായാലും നടക്കാൻ പോകില്ല. രാവിലെ ഇത്ര കഴിക്കണല്ലേ? അല്ലല്ല, വെളുപ്പിന് 3 മണിക്ക് ഞാൻ അവില് തിന്നും. നീങ്ങ വന്നേ. ഇവനെന്താ ശരിക്കും രോഗം ഉണ്ടോ ഇവന്? എന്റെ ചേട്ടാ, ഞാൻ അടുക്കള കിടന്ന ഉറങ്ങണ അറിയോ? അന്ന മുറിയിൽ സ്ഥലമില്ലേ? ഇങ്ങനെ എന്റെ തലവെട്ടം കണ്ട അപ്പ ഭക്ഷണം ചോദിക്കും. അയ്യോ, ഞാൻ 11 രാത്രി ഇങ്ങനെ ഉറങ്ങിയതിന് ശേഷം കട്ടിന്റെ അടിയിൽ പോയി കിടക്കും. രാവിലെ എഴുന്നേറ്റ് ഓടും. അപ്പൊ ഈ ഉറങ്ങണ സമയത്ത് മാത്രം ഒന്നും കഴിക്കാതിരിക്കുള്ളൂ. ചേട്ടാ, നമ്മള് തലോണിക്കകത്ത് പഞ്ഞിയല്ലേ വെക്കണത്? ഇങ്ങനെ പൊരിയാണ് വെച്ചോണ്ട് കിടക്കണത്. എന്നിട്ട് രാത്രി ആകുമ്പോ പൊരി എടുത്ത് തീറ്റ. അപ്പോഴേ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും അമ്മ, അച്ഛൻ, പിന്നെ ഒരു അനിയുണ്ട്, മരിച്ചുപോയി. പട്ടണി കിടന്നായിരിക്കും അല്ലേ? ഇതൊക്കെ ആലോചിച്ചെടുക്കാവുന്ന കേസല്ലേ? ചെറുതല്ലേ, 3 വയസ്സുള്ളപ്പോ. ഹലോ, അമ്മേ, എപ്പോ ആണോ? ഒരു മിനിറ്റ്, ഞാൻ ചേട്ടനോട് പറയട്ടെ. ചേട്ടാ, നമ്മുടെ അച്ഛൻ അവിടെ നിന്ന് ചാടി പോന്നെന്ന്. അമ്മയായിട്ട് തല്ലു പിടിച്ചിപ്പോ അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവും ആവുമ്പോ ചിലപ്പോ തല്ലു കൂടും, വഴക്ക് കൂടും. അവര് കുറച്ച് കഴിയുമ്പോ കോംപ്രമൈസ്. ചേട്ടാ, അമ്മേനെ എടുത്ത് അച്ഛൻ കിണറ്റിലിട്ട്. അയ്യേ, സ്വന്തം ഭാര്യ എടുത്ത് കിണറ്റിട്ടു സ്വന്തം ഭർത്താവ്. ചേച്ചി കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂട് കഞ്ഞിവെള്ളം ചേച്ചി. അയ്യോ ചേട്ടാ, നമ്മള് ലോൺ എടുക്കാൻ വെച്ച കാശില്ലേ, അതും എടുത്ത് അച്ഛൻ കിണറ്റിലിട്ട്. ആനന്ദ്, മണ്ണടക്കാൻ വെച്ച കാശെടുത്ത് കണ്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് ഉണക്കിയിട്ട് നമ്മൾ കൊണ്ടിടച്ചാൽ മതിയല്ല. ഇത് ചേട്ടാ, നിങ്ങളുടെ പാസ്പോർട്ടും എടുത്ത് അച്ഛൻ കിണറ്റിലിട്ടെന്ന്. കിണറ്റിട്ട് കൽപ്പി പോകണ്ടെന്നല്ലേ ഉള്ളു. പിന്നെ നമ്മുടെ വീട്ടിലെ റേഷൻ കാർഡും അച്ഛനെടുത്ത് കിണറ്റിലിട്ട്. ചേട്ടാ, ശരിയാ വധൂരി, നിന്റെ അമ്മേനെ അടുത്ത് കിണറ്റിട്ട് നിനക്ക് കുഴപ്പമില്ല, പാസ്പോർട്ട് ഇട്ടിട്ട് കുഴപ്പമില്ല, പൈസ ഇട്ടിട്ട് കുഴപ്പമില്ല, റേഷൻ കാർഡ് ഇട്ടെന്ന് പറഞ്ഞപ്പോ തന്നെ നീ ബോധം കിട്ടി വേണ്ടടാ. എന്താ റേഷൻ അരിയിലെ ഊണാണ് സൂപ്പർ. സത്യം, എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം.
എന്തായാലും അവനോടെ കിടക്കട്ടെ, നമുക്ക് ഊണ് കഴിക്കാം. എന്നാ പിന്നെ ഊണ് കഴിച്ചിട്ടാവും ബാക്കി. അയ്യോ അരി വെന്തിട്ടില്ല. അവിടെ കിടക്കട്ടെ വധൂരി, നീ അതിന്റെ പോറാ. അപ്പൊ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വ്ലോഗ് അനിയന് ബോധം വന്നിട്ട്. ബൈ ബൈ. ഓക്കെ. വേറൊന്നും പറയാനില്ല. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാനടക്കം ഏത് ഷോ ചെയ്യുകയാണെങ്കിലും ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സിങ്ക് ചെയ്യാണ്, ലിപ് സിങ്ക് ചെയ്യുന്നത്. ഇത് അതില്ലാതെ ഒരു ഡയലോഗ് പോലും തെറ്റാതെ ലൈവായിട്ട് ഇത്രയും ചെയ്തില്ല. അതാണ് ബെസ്റ്റ്. അങ്ങനെ ഒരു സ്കിറ്റ് കണ്ടിട്ട് വർഷങ്ങളായി. ഈ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ഇന്നലെ രാത്രി ഏതാണ്ട് ഇന്നോട് കൂടിയൊക്കെയാണ് ഈ സ്കിറ്റ് കൺഫേം ആവുന്നത് തന്നെ. കാരണം സാജുവിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, സാജുവിന് ഇന്ന് വേറെ ഷൂട്ടിന് പോകണം, തിരക്കുകൾ പറയുന്നു, ഇവര് തീരുമാനിക്കുന്നു. രാത്രി ഞാൻ വിളിച്ചു, എടാ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ തലേന്ന് പറയണം, നീ നാളെ വന്നിട്ട് വലിയ പ്രോപ്പർട്ടീസ് ഒന്നും പറഞ്ഞാൽ കുഴപ്പമില്ല, കുറച്ച് ബേക്കറി പലഹാരം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നേരെ ഉണ്ടാക്കിയ സ്കിറ്റാണ്. എന്ത് രസമായിരുന്നു, സൂപ്പറായി. ജയറാമേട്ടനായിട്ട് ഞങ്ങള് പടത്തിൽ അഭിനയിച്ചേക്കാളും കൂടുതൽ ഞാൻ സ്കിറ്റ് കളിച്ചിട്ടില്ല കേട്ടാ. പുറത്ത് ഷോയ്ക്ക് പോയിട്ടാണെങ്കിലും പിന്നെ നമ്മൾ അമ്മയുടെ ഷോയ്ക്കാണെങ്കിലൊക്കെ ഇനിയിപ്പോ ചെയ്യാൻ പോകണ്ടല്ലോ. അപ്പൊ അത് കാരണം സ്കിറ്റ് കളിക്കാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്. സിനിമയിലും അതുപോലെ തന്നെ ഞാനൊരു കണ്ണൻചേട്ടൻ്റെ പടത്തിലെ കമ്പനി സ്റ്റാഫായിരുന്നു ഞാൻ. എല്ലാ പടത്തിലും തിങ്കൾ മുതൽ വെള്ളി വരെ, അല്ല അത് തൊട്ട് ഇങ്ങോട്ട് എല്ലാ പടത്തിലും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സൂപ്പർ സ്റ്റാർ ജയറാമേട്ടനാണ്. എൻ്റെ പണ്ടത്തെ ഒരു സ്കൂളിൻ്റെ ബുക്കിൽ ജയറാമേട്ടൻ്റെ ഒരു സിലോ കാറിൻ്റെ നമ്പർ ലൊക്കേഷൻ്റെ റോഡിൻ്റെ വെളിയിലിട്ടപ്പോൾ ഞാൻ എഴുതി ജയറാമേട്ടൻ്റെ കാറിൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചിട്ട് ദില്ലിവാല രാജകുമാറിൻ്റെ സെറ്റിൽ പോയാണ് ഞാൻ. പിന്നെ ജയറാമേട്ടനോട് അഭിനയിക്കാൻ പറ്റി, വലിയ ഭാഗ്യം അതൊക്കെ.